നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഓരോ ആളുകൾക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അതിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് പാനിക് ഡിസോർഡർ. അല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടായിരിക്കും അവർ വരിക എന്ന് മാത്രമല്ല, ഈ ഒരു വിഷയം താൻ അനുഭവിക്കുന്ന ഈ ഒരു വിഷയം അതിൻ്റെ ഒരു സങ്കടം മറ്റുള്ള ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ വല്ലാതെ അവർ പ്രയാസപ്പെടുന്നുണ്ട് താനും. ശരിക്ക് അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിൽ ഇതിൻ്റെ വലിയ സങ്കടങ്ങളും ഭാണ്ഡക്കെട്ടുകളുമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരിക. അത് അവരുടെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളോടോ മറ്റോ പറയാൻ പോലും അവർക്ക് പറ്റാത്തൊരു പരുവത്തിലായിരിക്കും. നോക്കുന്ന സമയത്ത് അവർക്ക് മറ്റുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ, ചിലപ്പോൾ ഫൈനാൻഷ്യലി ഓക്കെ ആയിരിക്കും, നല്ല എഡ്യൂക്കേഷനുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ മറ്റുള്ള യാതൊരു തരത്തിൽ ടെൻഷൻ വരാനൊന്നും സാധ്യത ഉണ്ടാവില്ല. മറിച്ച് ഈ ഒരു ആങ്സൈറ്റിയുടെ കാരണം, ഈ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളൊരു പാനിക് അറ്റാക്കിൻ്റെ പേടി കാരണം അവർ വീണ്ടും വീണ്ടും ഈ ഒരു അറ്റാക്കിലേക്ക് താൻ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് വലിയ ഹാർട്ട് അറ്റാക്കായിട്ട് മാറാൻ പോവുകയാണോ എന്നൊരു ഭയവും ഉള്ളിൽ പേറിയായിരിക്കും ഇവർ എപ്പോഴും രാത്രി പകലാക്കുന്നതും പകൽ രാത്രിയാക്കുന്നതും. അങ്ങനെ ഈ ഒരു വിഷമത്തിലായിരിക്കും അവരുടെ ജീവിതം അവർ തള്ളി നീക്കുന്നുണ്ടാവുക. ഈ രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് പാനിക് ഡിസോർഡറുള്ള ആളുകൾ എത്തിപ്പെടുക. അത്തരത്തിലുള്ള ഒരു കേസ് ഈ കഴിഞ്ഞ കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിരുന്നു. ആൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അറിയപ്പെട്ട റെപ്യൂട്ടഡായുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവർ വരുന്നത് എനിക്ക് ഇങ്ങനെ ചെറിയൊരു പാനിക് അറ്റാക്കിൻ്റെ വിഷയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് പലപ്പോഴായി പല സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയിട്ടുണ്ട്, സൈക്യാട്രീൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഒരുപാട് ഇതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചൊരു അറിവും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്താണ് അവർ പറയുന്നത്, ഇത് ഏകദേശം ഒരു 3-4 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഈ ഒരു പാനിക് അറ്റാക്ക് അവർക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, അവരുടെ ഫാമിലിയിൽ അതിൻ്റെ മുമ്പായിട്ട് 2-3 പേര് ഇടവിട്ടുള്ള സമയത്ത്, അതും വളരെ ചെറിയ പ്രായത്തിൽ, മറ്റുള്ള യാതൊരു തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തായിട്ട് അവർ മരണപ്പെട്ടിരുന്നു. ഫാമിലിയിൽ ഇതുപോലുള്ള 2-3 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതും രാത്രി സമയങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സ് അവരറിയാതെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വ്യക്തി അത്യാവശ്യം ആങ്സൈറ്റി ഉള്ള ഒരു ആളും കൂടിയാണ്. എല്ലാ വിഷയത്തിനും ചെറിയ രീതിയിലുള്ള ടെൻഷൻസ്, നമുക്കൊക്കെ ടെൻഷൻസ് ഉണ്ടാകും, പക്ഷേ അതിൻ്റെയും അപ്പുറത്തായിട്ട് കുറച്ചുകൂടി ടെൻഷൻ കാണിക്കുന്ന രൂപത്തിൽ ഈ ഒരു ടെൻഷനുള്ളൊരു വ്യക്തിയാണ്. പണ്ട് മുതലേ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള കുറച്ച് മരണങ്ങളൊക്കെ ഉണ്ടായി, അതും രാത്രി സമയത്താണ്. അപ്പോൾ ഈ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഇവർക്ക് ചെറിയൊരു ഭയം ആ സമയത്ത് ഉണ്ടായിരുന്നു, ഇത് എനിക്കും സംഭവിക്കുമോ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ, കാരണം ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും അങ്ങനെ ഒരു പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു മരണമോ എനിക്ക് സംഭവിച്ചു കൂടായികയില്ലേ, അപ്പോൾ അങ്ങനെ ഞാൻ മരണപ്പെടുമോ എന്നുള്ളൊരു ഭയം അന്നു മുതലേ ഇവർക്ക് തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭയത്തിലായിട്ട് ആയിരുന്നുവെങ്കിലും അതിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ ആ സമയത്ത് ഇവർക്ക് പറ്റിയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവർക്ക് ചെറുതായിട്ടുള്ളൊരു പുറത്തുനിന്നൊരു വേദന തുടങ്ങി. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള വേദന എന്താണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു ഭയം അതിൻ്റെ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വേദനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വെറുതെ ഒന്ന് യൂട്യൂബിൽ നോക്കിയതാണ് ഈ വേദന എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ വേദനയുടെ കാര്യം നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വന്ന വീഡിയോ തന്നെ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വേദന വന്നു, നേരെ കാണുന്നത് ഹൃദയാഘാതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതായിരുന്നു അവരുടെ ഫസ്റ്റ് ആങ്സൈറ്റി അറ്റാക്ക് അല്ലെ പാനിക് അറ്റാക്കിനുള്ളൊരു ഒരു ട്രിഗറിങ് ഇവൻ്റ് ആയിട്ട് അവിടെ രൂപപ്പെട്ടത്. ഇത് കഴിഞ്ഞതോടുകൂടി ഇവരുടെ എല്ലാ സിംറ്റംസും, ബോഡിലി സിംറ്റംസൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഒരു പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു സഡനായിട്ടുള്ള ഒരു ഫിസിക്കൽ റിയാക്ഷനാണ് പാനിക് അറ്റാക്കിൽ സാധാരണ ഉണ്ടാവുക. അതിൻ്റെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് നമ്മളെ ബോഡി കാണിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റിംഗ് റേറ്റ് വല്ലാതെ കൂടും. ഹാർട്ട് നമുക്ക് ശരിക്കും നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന രൂപത്തിലേക്ക് വല്ലാത്തൊരു എന്താ പറയണ്ടേ, അടുത്ത് കേൾക്കുന്ന രൂപത്തിലുള്ള ശബ്ദങ്ങളായിട്ട് അത് മാറും.
അതേപോലെ തന്നെ നമ്മുടെ രക്തമൊക്കെ ഭയങ്കര സ്പീഡിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നുണ്ടാകും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഹാർട്ട് ഇടിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസം കൂടും. നമ്മൾ കിതക്കുന്ന രൂപത്തിലേക്ക് വല്ലാതെ നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ടിരിക്കും, പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. അതോടുകൂടി ശരീരമൊക്കെ ചെറിയ രൂപത്തിൽ വിറയൽ അനുഭവപ്പെടുന്നുണ്ടാകും. പിന്നെ പലപ്പോഴായിട്ട് അവർക്ക് ചെസ്റ്റിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കംഫർട്ട്, ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാകും. ചില ആളുകൾക്ക് ആ സമയത്ത് ശ്വാസം കിട്ടാതെ ഭയങ്കര ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്ന രൂപത്തിൽ അവർ അനുഭവപ്പെടുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ലക്ഷണങ്ങൾ ഇവർക്ക് ഒന്നൊന്നായിട്ട് ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കരുതുക എന്ന് പറഞ്ഞാൽ, ഞാനിതാ ഈ സ്പോട്ടിൽ മരിക്കാൻ പോവാണ്, എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോവുകയാണ്, ഞാനിപ്പം മരിക്കും, ഹാർട്ട് അറ്റാക്ക് ഇട്ടാൽ ഞാനിതാ മരിക്കാൻ പോവാണെന്നുള്ള രൂപത്തിൽ ആ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കും അവരുണ്ടാകുക. ചില ആളുകൾ ആ സമയത്ത് കുഴഞ്ഞു വീഴും. സാധാരണ നമ്മൾ കാണുന്ന പോലെ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ കുഴഞ്ഞ് വീഴുക തന്നെ ചെയ്യും. ആ സമയത്ത് ബോധരഹിതനായിട്ട് അവിടെ കുഴഞ്ഞു വീഴും. ആൾ മരിച്ചു തന്നെയാണ് ആളും കരുതുക, കൂടെയുള്ള ആളുകളും കരുതുക. അപ്പോൾ നമുക്ക് എന്താണിത് സംഭവിക്കുന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഒരു ഐഡിയയും നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. ഇത് ആൾക്ക് റിയലായിട്ട് ഫിസിക്കലായിട്ട് മെഡിക്കലായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉള്ളത് കൊണ്ടുണ്ടാവുന്നതാണോ, അല്ലെങ്കിൽ ആങ്സൈറ്റി ആണോ എന്നുള്ള രൂപത്തിൽ നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് എടുത്തിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നൊരു കാഴ്ചയായിരിക്കും കാണുക. നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നു. അവർ ഈ പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ള നിലക്ക് അതിൻ്റെ എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ECG എടുക്കുന്നു. അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ വേരിയേഷൻസോ ഒന്നും അവർക്ക് കാണാനുണ്ടാവില്ല. പിന്നെ അവർക്ക് ചില ഡോക്ടേഴ്സിനൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണെങ്കിൽ ആ രൂപത്തിൽ അവർ ആങ്സൈറ്റി അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ട്രിപ്പൊക്കെ കൊടുത്തിട്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ എന്നുള്ള നിലക്ക് അവർ പറഞ്ഞു വിടുകയാണ് ചെയ്യുക. ആങ്സൈറ്റി അറ്റാക്ക് ആണെങ്കിൽ സാധാരണഗതിയിൽ പാനിക് അറ്റാക്കൊക്കെ ആകുന്ന സമയത്ത് ഒരു 15-20 മിനിറ്റൊക്കെയാണ് അതിൻ്റെ മാക്സിമം പീക്ക് ലെവൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു 20 മിനിറ്റോളം ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും അവർ കാണിക്കും. പക്ഷെ അത് കഴിയുന്നതോടെ 20 മിനിറ്റ് ആകുന്നതോടുകൂടി അവർ ഈ ഒരു റിലാക്സ്ഡ് ആയിരിക്കുന്ന സ്റ്റേജിലേക്ക് പതിയെ അവർ വന്നിട്ടുണ്ടാകും. മാക്സിമം 1 അവറിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അതോടുകൂടെ കഴിയും. പക്ഷേ ഇത് വരുന്ന സമയത്ത് ഒരിക്കലും ഇവർ ഇത് ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് യാതൊരു തരത്തിലും വരെ ഇത് ചിന്തിക്കൂല. മറിച്ച് ഞാനിതാ മരിക്കാൻ പോവാണ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കാൻ പോവാണ്, പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ വാട്സപ്പിലൊക്കെ വരുന്നത് പോലെ 17 വയസ്സുള്ള ആൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ 25 വയസ്സുള്ള യുവാവ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊക്കെ പറയും പോലെ ഞാനും ഇപ്പോൾ ഈ നിമിഷത്തിൽ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ ഇതേപോലെയാണ് എൻ്റെ അടുത്ത് വന്ന ഈ ഒരു കുട്ടിയുടെ വിഷയം ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പാനിക് അറ്റാക്ക് അത് ഉണ്ടായത് രാത്രിയിലാണ്. അതേപോലെ തന്നെ അവരുടെ മുമ്പുള്ള എക്സ്പീരിയൻസും അവരുടെ മെമ്മറീസും ഒക്കെ ഈ രാത്രിയിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഭയമൊക്കെ അവർക്ക് ഉണ്ട് താനും. അപ്പോൾ ഇതോടുകൂടിയാണ് പിന്നീട് അവർ ഈ രാത്രി ആകുന്ന സമയത്തിന് ഇവർക്ക് വല്ലാത്തൊരു പേടി, ഒരു ഭീതി നിറഞ്ഞൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പിന്നീട് അവരുടെ ഓരോ ദിവസങ്ങളും കടന്നുപോയത്. പകൽ സമയത്തൊക്കെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ടെൻഷൻ ഉണ്ട്, അത് പോട്ടെ. അത് കഴിഞ്ഞ് രാത്രി സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഇവരുടെ ടെൻഷൻ വല്ലാതെ കൂടുകയാണ്. ഏത് നിമിഷവും ഈ ഒരു അറ്റാക്ക് എനിക്ക് തിരിച്ചു വന്നേക്കാം. കാരണം ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ഘട്ടമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് ഇനി എപ്പോഴും ഈ ഒരു രാത്രി സമയത്ത് എനിക്ക് ഉണ്ടാകാം എന്നുള്ളൊരു കണ്ടീഷനിങ് കൂടി അവരുടെ മനസ്സിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിനെക്കുറിച്ച് രാത്രിയാകുന്ന സമയത്ത് അവർക്കൊരു ഭീതി ഉണ്ടാകുന്നു. അത് നമ്മളതിനെക്കുറിച്ച് പറയും ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി എന്നാണ്. ഈ ഒരു ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി അവർക്ക് ഓൾറെഡി ഉണ്ട്. രാത്രിയാകുന്ന സമയത്ത് എനിക്ക് അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്, അറ്റാക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും എനിക്കുണ്ട് എന്നുള്ള നിലക്ക് അതിനെ പ്രതീക്ഷിക്കുന്ന ഒരു ആങ്സൈറ്റി അവർക്ക് ഉണ്ടാകും. ഇത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പിന്നീട് ചെറിയ എന്തെങ്കിലും സിംറ്റംസ് കാണുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഒരു പെയിന്, അല്ലെങ്കിൽ ഇവിടെ മസിൽസിൽ എന്തെങ്കിലും കടച്ചിൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഒക്കെ റേറ്റ് കൂടുന്ന സമയത്ത് അവരത് പെട്ടെന്ന് എന്താക്കുകയാണ്, അവർ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് അവരിതിനെ കരുതുകയാണ്. അപ്പോൾ ഈ സമയത്ത് പേടിച്ചുകൊണ്ട് ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ANS അറോസൽ, അതായത് നമ്മുടെ ഈ ഫിസിക്കൽ റിയാക്ഷൻസിൻ്റെ എല്ലാവിധത്തിലുള്ള മാറ്റങ്ങളും അവിടെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. ശ്വാസോച്ഛ്വാസമൊക്കെ കൂടും, അതേപോലെ തന്നെ ഹാർട്ട് റേറ്റിൻ്റെ ഇടിപ്പിൻ്റെ എണ്ണം കൂടും, അതേപോലെ തന്നെ രക്തം വല്ലാതെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യും, നമ്മുടെ തൊണ്ടയിലുള്ള ഉമിനീരൊക്കെ വറ്റി വരളും. നമ്മളൊരു ഫിയർഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ
എന്താണോ നമ്മുടെ ശരീരം കാണിക്കുന്നത് അതേപോലുള്ള എല്ലാ ലക്ഷണങ്ങളും ഇവർക്ക് ആ സമയത്ത് തോന്നും. അപ്പോൾ ഇവർക്ക് വീണ്ടും ഇതൊക്കെ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതെൻ്റെ അറ്റാക്കിൻ്റെ ഭാഗമാണോ, ഞാനിതാ മരിക്കാൻ വേണ്ടി പോവുകയാണോ, ഹാർട്ട് അറ്റാക്ക് ആണോ വരുന്നത് എന്നുള്ള നിലക്ക് അതിനെ അവർ വല്ലാതെ പിന്നെ കാറ്റാസ്ട്രോഫി ചെയ്തുകൊണ്ട് ഇതിനെ കാണുകയാണ്, അറ്റാക്ക് ആണോ എന്നുള്ള നിലക്ക്. പക്ഷേ അത് അവർക്ക് തന്നെ അറിയാം, അവർക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അറിയാം ഇതൊരു കുറച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ ഞാനിത് പഴയ രൂപത്തിലേക്ക് ആകുന്നുണ്ട് എന്ന് അവർക്ക് അറിയാം. പക്ഷേ ആ സമയത്ത് അവർക്ക് ആ ഒരു ചിന്ത വരില്ല. മറിച്ച് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് തന്നെ ഇവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. കാരണം അറ്റാക്ക് ആണല്ലോ, അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഒന്നും ഒരു പിടുത്തം ഇവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ നിലക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവർ പോകാൻ വേണ്ടി നിൽക്കുകയായിരിക്കും ചെയ്യുക. എൻ്റെ അടുത്ത് വന്ന് ഈ കുട്ടി തന്നെ ഇപ്പോൾ മാസത്തിൽ 2ഉം 3ഉം ഒക്കെ ECG എടുക്കും. കാരണം അവർക്കൊരു ഡിസ്കംഫർട്ട്, ചെസ്റ്റിലൊരു ഡിസ്കംഫർട്ട് എന്നുണ്ട്. അത് ആങ്സൈറ്റിയുടെ കാരണമായിട്ട് ഉണ്ടാകുന്നതാണ്. ടെൻഷൻ അധികമുള്ള ആളുകളിൽ, സ്ട്രെസ് ലെവൽ കൂടുതലുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടി 3ഉം 4ഉം ECG ഒക്കെയാണ് മാസത്തിലെടുക്കുക. എന്തിന് വെറുതെ എടുക്കുകയാണ്, ഒരു സമാധാനത്തിന്, മനസ്സമാധാനത്തിന്, എനിക്കൊന്നും ഹാർട്ടായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് അറിയാമെങ്കിലും അത് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് കൺഫേം ചെയ്യുകയാണ്. ചെറിയൊരു വേദന വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടച്ചിൽ വരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ്, അതിൻ്റെ എക്സ്പെൻസസ് ഒന്നും പറയണ്ട. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ആദ്യമുണ്ടായ അറ്റാക്ക് ഏകദേശം ഒരു 2 മണി 1:30 ആ സമയത്തായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്ക് ഇവർ വല്ലാതെ പേടി വരികയാണ്. ഈ പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങുന്നു. അറ്റാക്ക് ആണോ എന്ന് കരുതിയിട്ട്, അറ്റാക്ക് ഉണ്ടാകാൻ പോകുകയാണെന്ന് കരുതിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വീടിൻ്റെ കുറച്ചങ്ങോട്ടായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. രാത്രി സമയത്ത് നമുക്കറിയാം അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സാണ് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഒരുപാട് കാലം, കുറേ മാസങ്ങളോളം ഇവർ ഇതുപോലെ ഈ രാത്രി ഈ ഒരു സമയമാകുന്ന സമയത്ത് ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ അറ്റാക്ക് ആണോ, എനിക്ക് വേറെന്തോ വരികയാണെന്നുള്ള നിലക്ക് അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സ് നോക്കുമ്പോൾ അവർക്കൊന്നും കാണില്ല. പിന്നെ ഈ ഒരു പതിവ് ഡോക്ടേഴ്സ് മനസ്സിലാക്കിയപ്പോൾ അവർ മനസ്സിലാക്കിയാണ് ഇത് ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാകുന്നതാണെന്നുള്ള നിലക്ക് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു. സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. എന്നാലും ഈ ഒരു കുട്ടിക്ക് ഈ ഒരു പേടി എപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ ഏകദേശം 3-4 വർഷങ്ങളൊക്കെ ആയി. എന്നാലും ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന സമയത്ത് പറയാണ്, ഇപ്പോഴും രാത്രിയാകുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. കാരണം ഇൻ കേസ് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സൈക്കോ എഡ്യൂക്കേഷനാണ് ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് അവർക്കൊന്ന് കൊടുക്കുക. ഇത് വെറും ഒരു പാനിക് അറ്റാക്ക് മാത്രമാണ്, ആങ്സൈറ്റി കൊണ്ടുണ്ടാകുന്നതാണ്. ആങ്സൈറ്റിയാണ് ഇതിലുള്ള വില്ലന്. അല്ലാതെ നിങ്ങൾക്ക് മെഡിക്കലി യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല. നിങ്ങൾ ഇത്ര കാലമെടുത്ത ECG, അതിൻ്റെ പൈസ പോയത് പോട്ടെ, ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അറ്റാക്ക് വന്നാൽ തന്നെ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ നിൽക്കൂ. സാധാരണ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ അങ്ങനെയാണോ? അല്ല, നന്നായിട്ടുള്ള ഡാമേജ് അത് ബോഡിക്ക് ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു അറ്റാക്ക് ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. നിങ്ങൾക്കൊരു പേടി രൂപപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് വേറെ യാതൊരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു അറ്റാക്ക് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു സൈക്കോ എഡ്യൂക്കേഷനാണ് നമ്മൾ ഫസ്റ്റ് ഘട്ടം എന്നുള്ള നിലക്ക് കൊടുക്കുക. പിന്നെ കുറച്ച് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഈ ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നുള്ള ലക്ഷണങ്ങൾ തോന്നുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ മറ്റൊരു സുപ്രധാനമായിട്ട് അവർക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ വെന്റിലേഷനാണ്. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇരിപ്പിച്ചിട്ട് ഈ ഒരു ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ടാകുന്ന, പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിക്കുകയാണ്. അതെങ്ങനെയാണ്? ഈ ഹൈപ്പർ വെന്റിലേഷൻ ചെയ്യുന്ന സമയത്ത് അവർ ശ്വാസം വളരെ സ്പീഡിൽ എന്നുള്ള നിലക്ക് അവരെ കൊണ്ട് നമ്മൾ എടുപ്പിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഈ ഒരു രൂപത്തിലുള്ള അവർ വളരെ സ്പീഡിൽ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടുള്ള മറ്റുള്ള റിയാക്ഷൻസൊക്കെ അവർക്ക് ഉണ്ടാകുകയാണ്. അവരുടെ ശ്വാസത്തിൻ്റെ റേറ്റ് കൂടുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഹാർട്ടിൻ്റെ ബീറ്റിങ്ങിൻ്റെ റേറ്റ് കൂടുകയാണ്, രക്തമൊക്കെ വളരെ സ്പീഡിൽ പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ ലക്ഷണങ്ങളാണ് അവർക്ക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത്, അല്ല അവർക്ക് വല്ലാതെ പേടി ഉണ്ടാകുന്ന ഈ ഒരു അറ്റാക്ക് ആണോ എന്നുള്ള തോന്നുന്ന സമയത്തൊക്കെ അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വെച്ച്, നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ വെച്ച് അവർക്ക് അങ്ങ് ഉണ്ടാക്കിക്കാണ്, ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അവർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ വിടുകയാണ് ചെയ്യുക. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഞാനിതാ മരിക്കാൻ പോകുകയാണെന്നുള്ള ഉറപ്പിലായിരിക്കും അവർ നിൽക്കുക. അപ്പോൾ അവർ എല്ലാ നിലക്കുള്ള സിംറ്റംസും വന്ന് അവർ ഈ ഒരു അറ്റാക്ക് ഉണ്ടായി പിന്നെ അവർ അത് മെല്ലെ റിലാക്സ് ആകുന്ന ഒരു സ്റ്റേറ്റ് വരെ നമ്മൾ അവരെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിടും. എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കും, ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയോ,
എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോഴാണ് അവർക്കിത് ഈ ഒരു അറ്റാക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്, ഞാൻ വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വെറും ഒരു ആങ്സൈറ്റി അറ്റാക്ക് മാത്രമാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുക. എന്നിട്ടാണ് ഇതാണ് അവരുടെ ഈ ഒരു ഈ മാനേജ് ചെയ്യുന്നുള്ള ഏറ്റവും ഒരു തുടക്കം എന്ന് പറയുന്നത്. സൈക്കോ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഈ ഒരു ഹൈപ്പർ വെന്റിലേഷൻ എക്സസൈസും കൂടി കൊടുത്തു കഴിഞ്ഞ് കുറച്ചൊരു റിലാക്സേഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ സ്വന്തമായിട്ട് ഈ ഒരു കാര്യം മാനേജിങ് ആയിട്ടുള്ളൊരു പരുവത്തിലേക്ക് മാറും. എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഒറ്റ സെഷൻ കൊണ്ട് അവരുടെ പേടി കംപ്ലീറ്റ് മാറ്റുക എന്നതൊന്നും നമുക്ക് പോസിബിൾ അല്ല. ഈ കുട്ടിയുടെ വിഷയത്തിലാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് സെഷന് വന്ന സമയത്ത് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഒറ്റ ദിവസം മാത്രമാണ് ഇതുപോലുള്ള രാത്രി പെട്ടെന്ന് പേടിച്ചിട്ട് ഉറക്ക് ഞെട്ടി എഴുന്നേൽക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ഉറക്ക് കിട്ടിയിട്ടുണ്ട്. തീരെ ഉറക്ക് കിട്ടാത്തൊരു രൂപത്തിലായിരുന്നു ഈ കുട്ടി നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഉറക്കും കാര്യങ്ങളൊക്കെ സെറ്റാണ്, അതിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റ ദിവസം മാത്രമാണ് ഈ ഒരു ചെറിയൊരു പേടി പോലെ അവർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അവരെ ഡീൽ ചെയ്യുന്ന സമയത്ത് വലിയൊരു ആശ്വാസമാണ് അവർക്ക് കിട്ടുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വേറൊരാളോട് പറയാൻ പറ്റില്ല. ആരും ഇത് കാണുന്നുണ്ടാവില്ല അവരുടെ മനസ്സിൽ, അവരുടെ ഈ ഒരു ബോഡിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ. മറ്റുള്ള സാധാരണഗതിയിലുള്ള അറ്റാക്ക് ആണെങ്കിൽ ചിലപ്പോൾ ആളുകൾ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. ഇവരുടെ കേസിൽ ചിലപ്പോൾ കുഴഞ്ഞു വീഴാം, അത് എക്സ്ട്രീം ആകുമ്പോഴാണ്. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ ഉള്ളിൽ അവരുടെ ബോഡിയുടെയും മനസ്സിൻ്റെയും ഉള്ളിലാണ് ഈ ഒരു അറ്റാക്കും ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ കാണൂല, അവരനുഭവിക്കുന്നത് അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. അപ്പോൾ ഇത് അവർ സ്വന്തം ഒരു ഫ്രണ്ടിനോട് വരെ പറയാൻ ഭയങ്കര മടിയായിരിക്കും ഉണ്ടാകുക. കാരണം എനിക്കെന്തോ പ്രശ്നമാണോ, വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന് അവർ വരെ തെറ്റിദ്ധരിക്കുമല്ലോ എന്നുള്ള നിലക്ക് അവർ പൊതുവെ ഇത് പറയാൻ ഭയങ്കര മടിയുണ്ടാകും. പക്ഷേ അവർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് അവർക്കേ മനസ്സിലാകും. അത്രത്തോളം വലിയൊരു പ്രശ്നത്തിൽ കൂടിയായിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ ഏതായാലും പാനിക് അറ്റാക്കിനെ കുറിച്ചും പാനിക് ഡിസോർഡറിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. നല്ലൊരു ടോപ്പിക്കിൽ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു.